ചലച്ചിത്ര നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. രക്ഷപ്പെട്ടതാണോ രക്ഷപ്പെടുത്തിയതാണോ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാദങ്ങൾ ഉണ്ടാക്കുക ചിലർക്കൊരു ഹോബിയാണ്. ചിലർ മനഃപൂർവ്വം ഉണ്ടാക്കും, മറ്റു ചിലർ അറിയാതെ ഇത്തരം വിവാദങ്ങളിൽ വന്നു പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ദിവ്യ ഉണ്ണിയെക്കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായമൊന്നും സിനിമാ വൃത്തങ്ങളിൽ ഉണ്ടായിട്ടില്ല. നർത്തകിയാണ്, എന്നാൽ അത്രയും വലിയ നടിയാണോ എന്ന് ചോദിച്ചാൽ അത്രയും വലിയ നടിയൊന്നുമല്ല, ഒരു ആവറേജ് നടി. പക്ഷേ ദിവ്യ ഉണ്ണിയെ പലർക്കും ഇഷ്ടമായിരുന്നു. ദിവ്യ ഉണ്ണിയെ എപ്പോൾ തൊട്ടാണ് വെറുത്തു തുടങ്ങിയത്, അയ്യേ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയത് കലാഭവൻ മണിയോടൊപ്പം അഭിനയിക്കുകയില്ല എന്നുള്ള വിവാദം വന്നതിന് ശേഷമാണ്. കാരണം കറുപ്പ്, ജാതി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ. ആ പേരുദോഷം ഇപ്പോഴും ദിവ്യ ഉണ്ണിയെ പിന്തുടരുന്നു എന്നുള്ളതാണ്. പിന്നീട് വിവാഹം കഴിച്ചു, കുടുംബജീവിതമായി, അമേരിക്കയിൽ സ്ഥിരതാമസമായി. അമേരിക്കയിലെ സ്ഥിരതാമസം അവിടുത്തെ പൗരത്വം ഉള്ളതാണ് അല്ല എന്നും രണ്ടഭിപ്രായമുണ്ട്. എന്തായാലും അതൊന്നും ദിവ്യ ഉണ്ണി തുറന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നത് നല്ല സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുണ്ട്, നമ്മുടെ അമേരിക്കയിൽ താമസിക്കുന്ന പല നടികളും ഇടയ്ക്കിടയ്ക്ക് വന്ന് നല്ല സിനിമകളിൽ അഭിനയിച്ച് തിരിച്ചു പോകാമെന്നുള്ളത്. കാരണം എന്താ സംഭവം വെച്ചാൽ അഭിനയം രംഗത്തുണ്ടായിരുന്നവർക്ക് അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. അതിലൊരു കാരണം എന്താണ്, എല്ലാവരുടെയും പ്രേക്ഷകരെയും ആരാധകരുടെയും ഇടയിൽ കിടന്നുകൊണ്ട് ശ്വാസം മുട്ടുന്ന രീതി അവർക്ക് വേണമെന്നുള്ളതാണത്. അപ്പോൾ അങ്ങനെ ആരാധനയോടെ ജീവിക്കാൻ വേണ്ടി പുതിയ പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ദിവ്യ ഉണ്ണിയോട് വന്നത്. പക്ഷേ ദിവ്യ ഉണ്ണിയോട് വന്നപ്പോൾ ഈ ഇടയായിട്ടൊരു പുലിവാല് പിടിച്ചു. പുലിവാല് പേരൊന്നുമില്ല, സാധാരണ അംബാസഡർമാരോട് ഉണ്ടായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അംബാസഡർമാരാകും. മോഹൻലാൽ അംബാസിഡറാണ്, പൃഥ്വിരാജ് അംബാസിഡറാണ്, മമ്മൂട്ടി അംബാസിഡറാണ്, മഞ്ജു വാര്യർ, അങ്ങനെ കുറേ പേര് അംബാസിഡറാണ് ഇവിടെ. പക്ഷെ അവരൊക്കെ കണ്ടമാനം കാശ് മേടിക്കുന്നുണ്ട് കേട്ടോ. കാശ് മേടിക്കുക മാത്രമല്ല, ഇപ്പം നമ്മൾ ആലോചിച്ച് സ്വർണത്തിനെക്കുറിച്ച്, സ്വർണം മഹത്തരമാണ്, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ ആരെങ്കിലും കേസ് കൊടുക്കേണ്ടതാണ്. പക്ഷെ പലരും കേസ് കൊടുക്കാറില്ല. എന്നാൽ പാവം മമ്മൂട്ടിക്കെതിരെയാണ് ഇവിടെ ആദ്യത്തെ കേസ് ഒന്ന് ആലോചിക്കണം. മുഖത്ത് തേക്കുന്ന സോപ്പുണ്ടല്ലോ ദേഹത്ത്, അത് തേച്ചാൽ സുന്ദരനാവും സുന്ദരിയാവും എന്നൊക്കെ പറഞ്ഞ് അത് കുറേ പേര് മേടിച്ചു. ചിലർക്ക് അത് അലർജി വന്നു. അലർജി വന്നപ്പോൾ മമ്മൂട്ടിയുടെ ഒരു കേസ് കൊടുത്തു. മമ്മൂട്ടി അതിൻ്റെ പുറകെ കുറേ കാലം നടന്നു. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ ബ്രാൻഡ് അംബാസഡർ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവ്യ ഉണ്ണിക്ക് പുതിയൊരു പരിവേഷം കൂടി കിട്ടി. കാരണം അതിൻ്റെ പുറകിൽ ദിവ്യ ഉണ്ണി മാത്രമാണോ മറ്റു വേറെ ആണോ അറിയാതെ വന്നാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബ്രാൻഡ് അംബാസഡറാണത്. കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വലിയൊരു നൃത്തം നടന്നു. 12,000 തൊട്ട് താഴെ നർത്തകികൾ പങ്കെടുത്ത വലിയ ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടാൻ വേണ്ടി, റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി നടത്തിയത്. നല്ല കാര്യം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിന് നിരവധി ലക്ഷം കോടികളുടെ പരസ്യം കിട്ടി, സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് ആലോചിക്കണം. കൂടാതെ ഒരാളിൽ നിന്ന് തന്നെ ഏകദേശം 6,000 രൂപയോളം വാങ്ങി. അതായത് 10 മിനിറ്റിൽ താഴെയുള്ള ഈ നൃത്തം ചെയ്യുന്നതിന് അതിന് ആടയാഭരണങ്ങൾ, ഉടയാഭരണങ്ങൾ എല്ലാം കൂടി കാശ് വേറെ. അതുമാത്രമോ, ഒരു കുട്ടി ശാസ്ത്രീയമായിട്ടുള്ള നൃത്തം പഠിച്ച് പുറത്തു വരുമ്പോൾ എത്ര ലക്ഷം രൂപ ചിലവാകുമെന്ന് അറിയുമോ? അങ്ങനെയുള്ള നർത്തകിമാർ ഇവിടെ വന്ന് നൃത്തം ചെയ്യണമെങ്കിൽ ഈ എല്ലാം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ 6,000 രൂപ കൂടി ഫീസായിട്ട് അടയ്ക്കണം. അപ്പോൾ എത്ര കോടി കിട്ടി? കണക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. കിട്ടി ആലോചിച്ചിട്ട്. അതുമാത്രമല്ലല്ലോ, ഈ നൃത്തം കാണാൻ, പ്രോഗ്രാം കാണാൻ വന്നവർക്ക് പ്രത്യേകിച്ച് ഫീസ് വേറെയുണ്ട്. അപ്പോൾ കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പരിപാടി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇത്രയും വലിയ ആനയുണ്ടല്ലോ, ഇത്രയും ശരീരമുള്ള ആനയുടെ കണ്ണ് കണ്ടിട്ടുള്ളൂ എന്ന പോലെ ഇത്രയും വലിയ സ്റ്റേഡിയത്തിൽ 12,000 താഴെ നർത്തകികളും പ്രേക്ഷകരും തിങ്ങി നിൽക്കുന്ന അവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് കണ്ടാൽ തോന്നുന്നത് എന്താണ് ഇത്, എന്ത് സ്റ്റേജാണോ ഇത്? 2-3 പേർക്ക് ഇരിക്കാവുന്നൊരു സ്റ്റേജ്. എപ്പോൾ വേണമെങ്കിൽ, അതായത് ഈ ചെറിയ വള്ളമുണ്ട്, കപ്പൽ, വലിയ വെള്ളം, ചെറിയ വെള്ളം, കൊതുമ്പ് വെള്ളം എന്നൊക്കെ പറഞ്ഞ പോലെ 1-2 പേർക്ക് ഇരുന്ന് തുഴയാവുന്ന ഇത് എന്ന പോലെ 2-3 പേർ ഇരിക്കാവുന്ന സ്റ്റേജ് എന്ന് ആലോചിക്കണം. ആ സ്റ്റേജ് ഗുരുതാവസ്ഥയിലാണ്. അങ്ങനെ പറഞ്ഞെന്താ, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആയ ഉമാ തോമസ് നമുക്ക് വീണ കാഴ്ച കണ്ടു.
അവിടെ ഇരിക്കാൻ കസാരയിടാൻ പോലും സ്ഥലമില്ലാത്തൊരു ചെറിയ സ്റ്റേജ് എന്നാലോചിക്കണം. ഈ കാലഘട്ടത്തിൽ ഏത് ചെറിയ പരിപാടിക്കായാലും അതിമനോഹരമായ സ്റ്റേജെങ്കിലും ഉണ്ടാക്കാറുണ്ടെന്നാലോചിക്കണം. സ്റ്റേജ് ഉണ്ടാക്കുക മാത്രമല്ല, ആ സ്റ്റേജിൻ്റെ ഉറപ്പ്, ആ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ, അങ്ങനെയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങനെ സംഭവം ചെയ്യാറ്. അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം നിരന്തരമായിട്ട് അവർ വീഴുന്ന കാഴ്ച കാണുമ്പോൾ ഇത്രയും ദയനീയമാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടി? ആരാണ് ഇതിൻ്റെ പുറകിൽ? എന്തായാലും ഇതൊരു ഒരു ക്രിമിനൽ ശിക്ഷയുടെ അവസ്ഥയിലേക്കാണ് വന്നത്. ഇതിന് മുന്നിൽ നിന്നത് അല്ലെങ്കിൽ മുന്നിൽ നിർത്തിയത് ദിവ്യ ഉണ്ണിയാണ്. ദിവ്യ ഉണ്ണിയുടെ പേരിലാണ് ഈ ഷോ വിജയിപ്പിച്ചത്, ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയെന്ന് ആലോചിക്കണം. ഈ അപകടത്തിന് ശേഷം ഏറ്റവും ദയനീയമായ അവസ്ഥ, ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച് MLA ഗുരുദാവസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴും ഇവിടെ ആട്ടും പാട്ടും ചൂടെല്ലായിട്ട് ആഘോഷപൂർവ്വം മറ്റങ്ങനെ സംഭവം നടന്ന പോലെയും കാണിച്ചില്ല. അപ്പോൾ പണം കിട്ടി, റെക്കോർഡ് ഭേദിച്ചു. അപ്പോൾ ഇപ്പോഴാണ് കേസ് വന്നത്. ഇവിടെ കേസ് വന്നപ്പോൾ മുഖ്യ പ്രതിസ്ഥാനത്ത് ദിവ്യ ഉണ്ണിയുടെയും പേര് വരുമെന്നുള്ള സൂചന കിട്ടിയപ്പോൾ രാത്രി അത് ഇന്നലെ രാത്രി ഉള്ള ഫ്ലൈറ്റിന് അമേരിക്കയിലേക്ക് പോയി. നേരിട്ട് അമേരിക്കയിലുള്ള ഫ്ലൈറ്റൊന്നുമല്ല, അത് ഗൾഫ് രാജ്യങ്ങൾ വഴിയിട്ടുള്ള പോകുന്നതാണ് അറിഞ്ഞത്. അങ്ങനെ പോയി രാത്രി 11:30 12 മണിക്കോ താഴെയുള്ള ഫ്ലൈറ്റിന് പോയി എന്നാണ് അറിഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയണം. അതായത് ഈ പരിപാടി എന്തിനു വേണ്ടിയാണ്, ഈ പരിപാടിയുടെ കാര്യം എന്താണ്, ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് ദിവ്യ ഉണ്ണി മറുപടി പോലും പറഞ്ഞില്ല എന്നേക്കും. അങ്ങനെ ഒരു മറുപടിയും പറയാതെയാണ് സ്ഥലം വിട്ടത്. പക്ഷെ ദിവ്യ ഉണ്ണി ഇന്നലെ സ്ഥലം വിട്ടെങ്കിലും പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയെന്നാണ് അറിയുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ വേണ്ടപ്പെട്ട, അതായത് ശക്തമായ കരങ്ങൾ ദിവ്യ ഉണ്ണിയെ രക്ഷപ്പെടുത്തി, അതായത് ഇവിടെ നിന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടും, അറസ്റ്റ് ചെയ്യാൻ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിൽ രക്ഷപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പുറകിൽ അവർ സഹായിക്കാൻ വേറെയോ കുറേ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊരു കാര്യം കൂടി ചെയ്യണമായിരുന്നു. ആശുപത്രിയിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഗുരുതാവസ്ഥയിൽ കിടക്കുന്ന ഉമാ തോമസിനെ കാണാനെങ്കിലും ഒരു സന്മനസ് കാണിക്കണമായിരുന്നു ആലോചിക്കണം. അവരും ഒരു VIP അല്ലേ, അവരുടെ ജനപ്രതിനിധിയല്ലേ. അങ്ങനെ ഒരു അടുപ്പം അവിടെ ചെന്ന് കാണാൻ പറ്റുമായിരുന്നില്ല. അല്ലെങ്കിൽ അവിടെ ചെന്നു തൻ്റെ സാന്നിധ്യം പോലും ഉണ്ട് എന്ന് അറിയിക്കാനെങ്കിലും അവർ ശ്രമിക്കണമെങ്കിൽ അതുപോലും ചെയ്തില്ല എന്നാലോചിക്കണം. ഇപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ കലാഭവൻ മണിയുടെ കാര്യങ്ങൾ, കലാഭവൻ മണിയുടെ അവർക്ക് പെട്ടത്, അതിനുശേഷം വന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഈ സംഭവങ്ങൾ, ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഗവൺമെൻറ് അന്വേഷണം നടത്തുകയാണെങ്കിൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു, അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ, ഇത് നടത്താൻ വേണ്ടി അപേക്ഷയെങ്കിലും തന്നിട്ടുണ്ടോ, അപേക്ഷ തന്നിട്ടില്ലെങ്കിൽ അനുവാദം കൊടുക്കാൻ പറ്റില്ല, അപേക്ഷ തരാസ്ഥിതിക്ക് എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ, അങ്ങനെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. അത് ചെയ്യാത്തത് ആരുടെ ഭാഗത്താണ് ആ വീഴ്ച സംഭവിച്ചത്? വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടിയെടുക്കുമോ? മാത്രമല്ല ദിവ്യ ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ആരാണ്? ഇത്തരം അന്വേഷണങ്ങൾ കാണാനും കേൾക്കാനും എല്ലാം നമ്മുടെ നാട്ടിലെല്ലാവർക്കും അവകാശമുണ്ട്.